അതിന്റെ അർത്ഥം ഇമാം നവവി ശർഹുൽ മുഹദ്ദബിൽ പറഞ്ഞിട്ടില്ലേ, ഇമാം ഖസ്തല്ലാനി ശർഹുൽ ബുഖാരിയിൽ പറഞ്ഞിട്ടില്ലേ, വലാ ഖബറൻ മുസ്രിഫൻ ഇല്ലാ സവൈതുഹു. അതേ, മുസ്രിഫായ ഖബറിനെ തസ്വിയത്ത് ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. അതിന്റെ മഅന എന്താണ്? അത്തസ്തീഹു. അതുകൊണ്ടുള്ള ഉദ്ദേശം കൂർത്തു നിൽക്കുന്ന ഖബർ അല്പം പരത്തണമെന്നാണ്, ജാറം പൊളിക്കണമെന്നല്ല എന്ന് ഇമാം നവവി ശർഹുൽ മുഹദ്ദബിൽ പറഞ്ഞിട്ടില്ലേ, ഇമാം ഖസ്തല്ലാനി ബുഖാരിയുടെ ശർഹിൽ പറഞ്ഞിട്ടില്ലേ. ആ ഹദീസ് ജാറം പൊളിയല്ലല്ലോ, കൂർത്തു നിൽക്കുന്ന ഖബർ പരത്തണമെന്നല്ലേ ആ ഹദീസിൽ പറഞ്ഞത്. നിങ്ങൾക്ക് ഏതാണ് ഹദീസ് മൗലവിമാരെ? ഞാനിതാ ചോദിക്കുന്നു. മൗലവി ഇപ്പൊ വന്നപ്പോ പറയുന്നു ഞാൻ വെല്ലുവിളിക്കുന്നില്ല. മൗലവി പറയാ ഞാൻ വെല്ലുവിളിക്കുന്നില്ല, വിനയത്തോടെ ചോദിക്കുകയാണ്. വെല്ലുവിളിക്കുകയല്ല, വിനയത്തോടെ കാണിക്കുന്നു. അതിന്റെ ഇപ്പൊ വെല്ലുവിളിക്കാത്തത് മുമ്പ് കാലത്ത് വെല്ലുവിളിക്കുന്ന പേരോടെ ഫൈൻ സിബിനൊന്ന് കാണിച്ചു തന്നാ ചെരുപ്പെടുക്കൂന്ന് അറിഞ്ഞില്ലല്ലോ. ഇപ്പൊ എന്റെ വെല്ലുവിളിക്കാത്തത് വെല്ലുവിളിയുടെ പൂതി മാറിയല്ലേ? കരയുദ്ധമാണേ മൗലവി, വെല്ലുവിളിയുടെ പൂതി മാറിയല്ലേ? ഇപ്പൊ മൂപ്പര് വിനയത്തോടെ ചോദിക്കുകയാണ്. ഞാൻ പറയട്ടെ, വിനയത്തോടെ ചോദിക്കുന്നൊന്നുമില്ല, വെല്ലുവിളിക്കുകയാണ് മൗലവി, വെല്ലുവിളിക്കുകയാണ് മൗലവി. അള്ളാന്റെ റസൂല് പൊളിച്ച ജാറമേതാണ്? ഏത് മഹാന്റെ ജാറമാ പൊളിച്ചത്? ഏത് മഹാന്റെ ജാറമാ പൊളിച്ചത്? ഏത് വലിയന്റെ ജാറമാ പൊളിച്ചത്? ഏത് നബിയുടെ ജാറമാ പൊളിച്ചത്? പറയണേ മൗലവിമാരെ. സലഫിക്ക് മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയുടെ ജാറംപൊളിയം മൗലവിമാരെവിടെയുണ്ടോ അവർക്കെല്ലാം എന്റെ ചോദ്യം ബാധകമാണ്. കുറ്റ്യാടി ഞാൻ പോയത് വെറുതെയല്ല. 1964 പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന ഔലിയായുടെ മഖാം എന്ന് വിളിക്കുന്ന ആ നീളമുള്ള ഖബറ് ചില ചെറുപ്പക്കാർ ചേർന്ന് പൊളിച്ചു നീക്കിയെന്ന് ഈ ചിയ്യൂർക്കാരനായ മൊയ്ദ് മൗലവി, ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് മൊയ്ദ് മൗലവി കുറ്റ്യാടിയിലെ ഖാദി എഴുതി വെച്ചിട്ടുണ്ട്. കുറ്റ്യാടി ഓർമ്മകൾ എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ജാറം പൊളിച്ച സ്ഥലത്ത് പോയിട്ടാണേ മൗലവിമാരെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 54 പള്ളി റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. നിങ്ങളോട് പറയട്ടെ, അതേ സ്ഥലത്ത് പോയിട്ടാണ് 25 മദ്രസ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ പോയിട്ടാണ് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 6000-ലധികം കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. യതീം കുട്ടികൾ ഫ്രീ ആയി പഠിക്കുന്നുണ്ട്. ഹരിയാനയിലുള്ള ചെറിയ മക്കൾ, ഉറുദുക്കാരായ ചേരി പ്രദേശങ്ങളിലുള്ള പാവപ്പെട്ട മക്കൾ അവിടുന്ന് പഠിക്കുന്നുണ്ട്. ഭൗതിക വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസവും ഉണ്ട്. ഖുർആൻ മനഃപ്പാഠമാക്കുന്ന 100 കണക്കിന് മക്കളുണ്ട്. ശരീഅത്ത് കോളേജിൽ 100 കണക്കിന് കുട്ടികൾ പഠിച്ച് പണ്ഡിതന്മാരായി അൽഹംദുലില്ലാഹ് ഓലശത്തിൽ പഠിച്ച ഈ നൗഷാദ് സഖാഫി റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഏത് മൗലവിക്ക് ധൈര്യമുണ്ട് ഈ ചെറുപ്പക്കാരനായ നൗഷാദ് സഖാഫി അയച്ചു തരാം? നേരിടാൻ ധൈര്യമുണ്ടോ മൗലവിമാരെ? അങ്ങനത്തെ 100 കണക്കിന് മക്കളെ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സിറാജുൽ ഹുദ വളർത്തിയെടുത്തിട്ടുണ്ട്. ചോദിക്കട്ടെ മൗലവിമാരെ, സദാ ദഅവാ കോളേജിൽ MA-ക്ക് പഠിക്കും, MBA-ക്ക് പഠിക്കുന്നു. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് അവർ PG എടുക്കും. അതേ സമയത്ത് പണ്ഡിതന്മാരാകും. അതിന് ദഅവാ കോളേജ് നടക്കുന്നുണ്ട്. ചോദിക്കട്ടെ മൗലവിമാരെ, നിങ്ങൾക്ക് ഞാൻ പിരിവെടുക്കുന്നതിന് വിഷമമുണ്ടല്ലേ? പിരിവെടുത്തിട്ട് നിങ്ങളെപ്പോലെയല്ല ഞാൻ പിരിവെടുത്തതിന് എന്റെ സംഘടനയിൽ ഒരാൾക്കും ഇന്നുവരെ തർക്കമുണ്ടായിട്ടില്ല, എന്റെ നേതാക്കൾക്കുണ്ടായിട്ടില്ല, എന്റെ കൂടെയുള്ളവർക്കുണ്ടായിട്ടില്ല. നിങ്ങൾ പിരിവെടുത്തിട്ടോ മൗലവിമാരെ? നിങ്ങൾ പിരിവെടുത്തിട്ടുള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് മഖബറ പൊളിക്കണമല്ലേ? ഞങ്ങളെ മഖബറ പൊളിച്ചതുകൊണ്ടാണ് ഞാൻ കുറ്റ്യാടിയിൽ പോയി ഓല ഷെഡ് കെട്ടിയിട്ട് എനിക്ക് എന്റെ വീട്ടിൽ തലയണി വെക്കാനും കിടക്കയിടാനും അല്ല തന്നിട്ടുണ്ട്. ഞാൻ നാലാവർത്തുന്നാ പറയുന്നത്. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഞാൻ ഇന്ന് വരെ ഓ മൗലവി നിങ്ങളെപ്പോലെ ജീവിച്ചിട്ടില്ല, ഇന്ന് വരെ ശമ്പളം പറ്റിയിട്ടില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെപ്പോലെ ജീവിച്ചിട്ടില്ല. ഞാൻ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് റബ്ബിന്റെ ദീനിന് വേണ്ടി ഓല ഷെഡ് കെട്ടി അതാ ഇഷ്ടികയും തലയ്ക്ക് വെച്ച് ഞാൻ സിറാജുൽ ഹുദയിൽ ധാരാളം കൊല്ലങ്ങളോളം കിടന്നിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയാണ്. നിങ്ങൾക്കതിൽ അസൂയയുണ്ടല്ലേ? അത് പൊളിക്കാൻ വേണ്ടി ഒരു മൗലവിയെ നാദാവർത്ത് കൊണ്ടുവന്ന് എഴുന്നള്ളിച്ചാൽ അത് നടക്കുമെന്ന് തോന്നിപ്പോയി അല്ലേ? അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് കുറെ ആൾ പോയി നിന്നുകൊടുത്താൽ പേരോട് ഒലിച്ചു പോകുമെന്ന് തോന്നിയല്ലേ? എന്നാൽ ഈ കരയുദ്ധത്തിൽ നിങ്ങളെ അതാ കിടത്തേണ്ട സ്ഥലത്ത് കിടത്തിയിട്ടല്ലാതെ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. ശരിക്കും കേട്ടോളം സിറാജുൽ ഹുദയുടെ സമ്മേളനമായതുകൊണ്ട് നിങ്ങൾക്ക് മറുപടി പറയില്ല എന്ന് തോന്നിയോ? നിങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിനെതിരെ ഇബ്ലീസും അനുയായികളും യഹൂദികളും ചാരന്മാരും ലോകത്തെവിടെ വന്നോ അവരെ ഒന്നും ജീവൻ ബാക്കിയുള്ള കാലത്തോളം നിലനിർത്തുകയില്ല. അവരാശയം പൊളിച്ചേ മടങ്ങൂ, സംശയം വേണ്ട.
ഞാൻ ചോദിക്കട്ടെ, അള്ളാന്റെ റസൂലിന്റെ പേരിൽ പച്ചക്കള്ളം എഴുതിയില്ലേ നിങ്ങൾ?